നമസ്കാരം. 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ ക്രിസ്റ്റിന ചെറിയ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിന് ഈ മാസം 3 നടത്തിയ നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസ് CBIക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് NSUവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി. और प्रधानमंत्री और धर्मेंद्र प्रधान बने हुए हैं जो इस बार अगर उन्हें ये एक्सेप्ट करना होगा, उन्हें इस्तीफा देना चाहिए. इस तरीके से विश्व गुरु बनाएंगे. वो विश्व गुरु बनाने के कवायद में पेपर लीक हो रहा है. सिर्फ राजस्थान में नहीं, बिहार में पेपर लीक हो रहा है, यूपी में पेपर लीक हो रहा है. ये PM कॉम्प्रोमाइज है और ये पेपर भी कॉम्प्रोमाइज है. भविष्य के साथ खिलवाड़ हो रहा है बच्चों के साथ. ये बहुत बड़ी दुर्दशा है देश की. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത്. എപ്പോഴായിരിക്കും പുതുക്കിയ തീയതി എന്ന് അറിയിക്കുന്നുണ്ടോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? അതായത് രാജസ്ഥാനിലെ സിക്കറിലായിരുന്നു ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് നടന്നതായുള്ള പരാതി ഉയരുന്നത്. ഇതിൽ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഒരു അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 3-ാം തീയതി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി എന്ന വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു തീയതിയിലായിരിക്കും ഇനി പരീക്ഷ നടക്കുക എന്നുള്ളതും അറിയിച്ചു. അതിന്റെ തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. അഡ്മിറ്റ് കാർഡുകൾ ഉടൻ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അറിയിക്കുമെന്ന കാര്യവും NTA പങ്കുവയ്ക്കുന്നുണ്ട്. ഏറെ പ്രധാനമെന്തെന്നാൽ ഈ ക്രമക്കേട് പരാതി ഇനി അത് ഇപ്പോൾ ഈ കേസ് CBIക്ക് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അധിക ഫീസ് ഈടാക്കില്ല, മറിച്ച് പുതുക്കിയ തീയതി ഉടൻ തന്നെ അറിയിക്കും എന്നുള്ളതാണ് NTA നൽകിയിരിക്കുന്ന വിവരം. CBIയുടെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. അവർ തേടുന്ന എല്ലാ വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി കൈമാറും എന്നതും NTA അറിയിക്കുന്നുണ്ട്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം, അതായത് ഈ മെയ് 3-ന് പരീക്ഷ നടക്കാനിരിക്കും. ഈ മാസം 3-നാണ് പരീക്ഷ നടന്നത്. എന്നാൽ ഈ മാസം 1-ാം തീയതി രാജസ്ഥാനിലെ സിക്കറിൽ ഒരു മാതൃകാ ചോദ്യപേപ്പർ പ്രചരിച്ചിരുന്നു. ആ മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിലെ 140 ചോദ്യങ്ങളുമായി സാമ്യമുള്ളതായി കണ്ടെത്തി. അതായത് 600 മാർക്കിന്റെ ചോദ്യങ്ങളാണ് അത്തരത്തിൽ സാമ്യതയുള്ളതായി കണ്ടെത്തിയത്. ആകെ 720 മാർക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്രമക്കേട് നടന്നതായുള്ള സംശയം ഉടലെടുക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ രാജസ്ഥാനിലെ ചിരു സ്വദേശിയായിട്ട് കേരളത്തിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയുണ്ടായി. കാരണം ആ വിദ്യാർത്ഥി എഴുതി നൽകിയ ചോദ്യപേപ്പർ, രാജസ്ഥാനിലെ സുഹൃത്തിന് കൈമാറിയ ചോദ്യപേപ്പറാണ് പിന്നീട് വ്യാപകമായി രാജസ്ഥാനിലെ സിക്കറിൽ പ്രചരിച്ചത്. അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു. അത് വെറുതെയല്ല ആ ചോദ്യപേപ്പർ കൈമാറിയത്. ഏതാണ്ട് 20,000 മുതൽ 2 ലക്ഷം രൂപയ്ക്ക് വരെ ആ ചോദ്യപേപ്പർ വാങ്ങിയവരുണ്ട്. അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. പരീക്ഷയുടെ തലേന്ന് 30,000 രൂപയ്ക്ക് വരെ ആ ചോദ്യപേപ്പർ വിറ്റതായുള്ള വിവരം ഈ സംഘത്തിന്, രാജസ്ഥാന്റെ പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിലൊരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. കാരണം 2024-ൽ സമാനമായ രീതിയിൽ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിരുന്നു. അന്ന് ടെലഗ്രാം വഴിയും ഒപ്പം തന്നെ ജാർഖണ്ഡിൽ ഈ പരീക്ഷ നടക്കുന്നതിന് മുൻപ് ഈ ചോദ്യപേപ്പറിന്റെ സീല് പൊട്ടിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഒപ്പം തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേട് കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷം സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഈ കുറ്റമറ്റ പരീക്ഷ നടത്തിപ്പിനായി ഒരു സമിതി രൂപീകരിച്ചിരുന്നു. എന്തായാലും കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും ആ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ ഒടുവിലത്തെ സംഭവം നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ആ ചോദ്യപേപ്പർ ചോർന്നതായി തന്നെ സംശയിക്കാൻ കഴിയും. അല്ലാതെ ഒരിക്കലും NTA ഒരു പരീക്ഷ, അതായത് നിരവധി പരീക്ഷാർത്ഥികളെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ് ഒരു പരീക്ഷ റദ്ദാക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായുള്ള സംശയം ഉടലെടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും NTA ഒരു പരീക്ഷ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുകയില്ല. എന്തായാലും ഇപ്പോൾ ആ പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. വർഷങ്ങളായി പരീക്ഷാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റിന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ അവരെ ആകെ ആശങ്കയിലാക്കിക്കൊണ്ടാണ്, പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് വീണ്ടും രാജ്യത്തെ നീറ്റ് പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി പുതുക്കിയ തീയതി എന്നാണെന്നുള്ളത് അത് തന്നെയാണ്. കാരണം ഏറെ മൂല്യാധിഷ്ഠിതമായി
നടക്കേണ്ട പരീക്ഷ അതിലൊരു വ്യവസ്ഥയും ഇല്ലാത്ത ഒരു സംവിധാനമായി അത് മാറുന്നു എന്നത് ഈ കൃത്യമായി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് എന്താണ് അതിന്റെ കാരണം? പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയാണോ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളും അതിന് അജ്ഞാതമല്ല, ആ മട്ടിലൊക്കെ ഇത് പുറത്തേക്ക് വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായ കാരണം വ്യക്തമല്ല. അതൊക്കെ അവിടെ നിന്നെന്ന് പറഞ്ഞാലും ഇനി ഈ വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ, അതോ പുതുക്കിയ രജിസ്ട്രേഷൻ ഇല്ലാതെ പഴയ രജിസ്ട്രേഷനിൽ തന്നെ അവർക്ക് പരീക്ഷ എഴുതാനാവുമോ? അത്തരം വിവരങ്ങൾ ലഭ്യമാണോ? അറിയിച്ചിരിക്കുന്നത് ആ പഴയ രജിസ്ട്രേഷനിൽ തന്നെ അഡ്മിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ അധിക ഫീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈടാക്കില്ല എന്ന കാര്യം കൂടി NTA അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ പഴയ രജിസ്ട്രേഷൻ തന്നെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് വിതരണം ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പരമാവധി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധികൾ കുറച്ചുകൊണ്ട് ഈ ഒരു പരീക്ഷ വീണ്ടും നടത്തുക എന്നത് തന്നെയാണ് NTAയും പദ്ധതി ഇടുന്നത്. കാരണം ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ ഉടലെടുത്തു. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള വിമർശനം NDAക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉന്നയിച്ചു. കാരണം വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു പരീക്ഷ ഏറെ ലാഘവത്തോടെ കാണുന്നു, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആരോപണം ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ തന്നെ ഇന്നിപ്പോൾ പല സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധം കൂടി ഡൽഹിയിൽ നടക്കുകയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളും ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ പരീക്ഷ റദ്ദാക്കിയതിനെതിരെ, ഒപ്പം തന്നെ ഈ ക്രമക്കേട് ഉയർന്നതിനെതിരെ ഒരു പ്രതിഷേധം ഉടലെടുക്കുമെന്നതിൽ സംശയമില്ല. അന്ന് 2024 നിരവധി വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ഒത്തുചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. സ്വാഭാവികമായും അതിലേക്ക് തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളും വഴിവെക്കുക. എന്തായാലും ഇതിലിപ്പോൾ CBI വിഷയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. CBI ആയിരിക്കും ഇതിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ശൃംഖല ഈ പരീക്ഷ അട്ടിമറിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി CBI ആയിരിക്കും പരിശോധിക്കുക. എന്തായാലും അതിനുള്ള ശുപാർശ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലായി അന്ന് 2024 വിവിധ സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ രാജസ്ഥാനിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നതായുള്ള പരാതി. പക്ഷേ ഇപ്പോഴും ഇതിലൊരു അവശേഷിക്കുന്ന കാര്യം, ഒരു ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. NDA പരീക്ഷ റദ്ദാക്കുന്നു എന്ന് പറയുമ്പോഴും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉത്തരമില്ല. എന്നാൽ രാജസ്ഥാൻ പോലീസ് പരിശോധിക്കുന്നത് യഥാർത്ഥ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ, അങ്ങനെ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിലെ ചോദ്യങ്ങളാണോ ഈ മാതൃകാ ചോദ്യപേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 140 ചോദ്യങ്ങൾ എന്ന കാര്യങ്ങൾ തന്നെയാണ് പരിശോധിച്ചു വരുന്നത്. പക്ഷേ രാജസ്ഥാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം നിലവിൽ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അതിന് വരുന്ന മണിക്കൂറിൽ തന്നെ ഒരുപക്ഷെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏറെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പരീക്ഷ റദ്ദാക്കി എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ അന്വേഷണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരിക്കുന്നു. അപ്പോൾ തന്നെ സ്വാഭാവികമായും അതിന്റെ ഗൗരവ സ്വഭാവം എന്തെന്ന് മനസ്സിലാവും. ഇതിന് പിന്നിലൊരു ശൃംഖലയുണ്ട് എന്നത് സംശയിക്കുന്നുണ്ട്. എന്തായാലും NDA ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയിരിക്കുന്നത്. ആ ഒരു ശൃംഖലയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുക. നിലവിൽ 15 പേരാണ് രാജസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരു മുഖ്യ സൂത്രധാരനെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നു. എന്തായാലും എവിടെയും ഒരു പ്രാഥമിക വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് NTA ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. പ്രവിത കൃഷ്ണ. ശരി, അത് തന്നെയാണ് അച്യുതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. അത് 1-2 ദിവസത്തെ അധ്വാനമൊന്നുമല്ല, മണിക്കൂറുകൾ ഓരോ ദിവസവും ചെലവഴിച്ച് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി തയ്യാറെടുത്ത കുട്ടികൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു നടപടി കൂടിയാണിത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലെ ഒരു സംവിധാനത്തെ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ലേ എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തുന്നത് തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. 2024 സമാനമായ ഒരു സാഹചര്യം, പരീക്ഷ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പരീക്ഷ വീണ്ടും നടത്താനിരിക്കുകയാണ്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപിക്കുമെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരീക്ഷ എഴുതി കാത്തിരുന്ന വിദ്യാർത്ഥികൾ വീണ്ടും മറ്റൊരു മത്സര പരീക്ഷയെ കൂടി നേരിടേണ്ടി വരുന്നു മറ്റൊരു അഗ്നി പരീക്ഷ കൂടി നേരിടേണ്ടി വരുന്നു എന്നുള്ള ആ കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ബാക്ക് ടു കേരളം. നീളുന്ന മുഖ്യമന്ത്രി ചർച്ച. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. വൈകിട്ട് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ചർച്ച നടത്തും. ചർച്ചകളോട് ചർച്ചകൾ.
KC വേണുഗോപാലോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ? അന്തിമ തീരുമാനത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം പാടുപെടുകയാണ്. വിമർശനം ശക്തമാകുന്നതിനിടെ വൈകാതെ പ്രഖ്യാപനമുണ്ടായേക്കും. ഇനി വൈകേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിലെ ധാരണ. ഇതിനു മുന്നോടിയായി മുൻ KPCC അധ്യക്ഷന്മാരുമായും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുമായും AICC നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയാണ്. അഭിപ്രായം നേതൃത്വത്തെ അറിയിച്ചെന്നും ചർച്ചയിൽ സംതൃപ്തിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ. നമ്മൾ കൊള്ളാവുന്ന ആളുകളെ കുറച്ച് ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആളുകളിൽ നിന്ന് ഹൈക്കമാൻഡിലെ ആളുകൾ അത് തെരഞ്ഞെടുക്കും. അദ്ദേഹം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു. എന്നെ കൊണ്ടറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര വേഗം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി പട്ടികയിൽ താനില്ലെന്ന് K മുരളീധരൻ. വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അറിയിച്ചെന്നും മുരളീധരൻ. അദ്ദേഹം കേരളത്തിനുള്ള ജനപ്രതിനിധി കൂടിയായിരുന്നല്ലോ. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ പേരൊന്നും പറയണ്ട, ഇപ്പൊ തന്നെ ധാരാളം ഉണ്ട്. ഞാൻ ആ റേസിലേക്ക് പോയിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശും സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയിരുന്നു. VM സുധീറിനുമായി ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച. ബംഗളൂരുവിലുള്ള AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വൈകിട്ടോടെ ഡൽഹിയിലെത്തും. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം കടക്കുക. 24 ഡൽഹി. മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ ആസൂത്രിതമെന്ന് ചില മുതിർന്ന നേതാക്കൾ. ഇത് ജനകീയ പ്രതിഷേധങ്ങളല്ലെന്ന് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ഈ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഇതിപ്പോൾ ഒരു സംഘത്തെ മാത്രം എന്ന് പറയാനാകില്ല, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ എന്ന് മാത്രം പറയാനാകില്ല. കാരണം മുഖ്യമന്ത്രി പദത്തിൽ നേതാക്കളെ ചൊല്ലി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങൾ അത് ആസൂത്രിതമെന്ന് പറയുമ്പോൾ അപ്പോഴാ കുന്തമന ആരിലേക്കാണ് നീളുന്നത്? ഇതൊക്കെ ആസൂത്രിതമായി ആര് നടത്തിയെന്നാണ് ഈ നേതാക്കൾ അറിയിക്കുന്നത്? പ്രവിത, ക്രിസ്tina, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജൻപത് 10 വസതിയിലായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കൂടിക്കാഴ്ചകൾ പോലെ മണിക്കൂറുകളായി ഒന്നും തന്നെ നീണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒരു മാക്സിമം 15 മിനിറ്റ് എന്ന നിലയിലാണ് ഓരോ നേതാക്കളെയും കണ്ടത്. ഈ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും രാഹുൽ ഗാന്ധി ചോദിച്ചറിഞ്ഞത് ഈ കേരളത്തിലുണ്ടായ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഈ പ്രകടനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയായിരുന്നു. അതിൽ ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇതൊരു പൊതുവായി ഒരു ജനവികാരമല്ല എന്ന തരത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ആസൂത്രിതമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമാണെന്നാണ് നേതാക്കൾ അറിയിച്ചതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം എന്ന നിലയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുന്നു, ഈ പ്രകടനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. പക്ഷേ ഈ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെ സ്വിച്ച് ഇട്ടതുപോലെ ആ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെ അങ്ങ് നിന്നു പോവുകയാണ്. അതൊരു ജനവികാരമാണ് എങ്കിൽ അത് അത്ര പെട്ടെന്ന് അങ്ങനെ നിൽക്കില്ലല്ലോ എന്നുള്ളതാണ് നേതാക്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചില നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമായും ഈ ഓരോ നേതാക്കളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിന് പുറമെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓരോ നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് ഈ പ്രതിഷേധവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രകടനവും ഒക്കെയായി ജനകീയ പ്രതിഷേധങ്ങളല്ല ഈ ഉണ്ടായ പ്രതിഷേധങ്ങൾ എന്നാണ് നേതാക്കൾ അറിയിച്ചത്. ഒരു വിഭാഗം നേതാക്കളാണ് ഇത്തരമൊരു അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നത് തന്നെ ഇതിന്റെ തെളിവാണ് എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ആസൂത്രിതമായി ഈ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുകയാണ് ചെയ്തതെന്നും ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ രാവിലെ ഉണ്ടായ ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. അത് KPCC മുൻ അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ, K മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ എത്തി അവരുമായി നേതൃത്വം കൂടിക്കാഴ്ച നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു മാക്സിമം 15 മിനിറ്റിനപ്പുറം ഓരോ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. അതിനുള്ളിൽ ആ കൂടിക്കാഴ്ചകൾ അവസാനിപ്പിച്ച് നേതാക്കൾ മടങ്ങുകയാണ്. ഇനി VM സുധീരനുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണുള്ളത്. അദ്ദേഹം ഉച്ചയോട് കൂടിയായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക. ഒരു 3-3:30 ശേഷമായിരിക്കും അദ്ദേഹവുമായുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടാവുക. അതിനുശേഷം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ബംഗളൂരിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. ശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വിച്ചിട്ട പോലെ നിന്നതാണോ? ഹൈക്കമാൻഡിനെ കണ്ട ശേഷം 3 നേതാക്കളും ഒരുമിച്ചാണ് എല്ലാ പ്രവർത്തകരോടും ഫ്ലക്സ് മാറ്റണം, ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള അങ്ങനെ ഒരു അഭ്യർത്ഥന മാനിച്ചായിരിക്കാം, അറിയില്ല. എന്തായാലും നേതാക്കന്മാരുടെ വിലയിരുത്തൽ വരേണ്ടിയിരിക്കുന്നു. 7 മണിക്ക് ശേഷം ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു.
മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ UDF ഘടകകക്ഷികളിൽ എതിർപ്പ് ശക്തം. പ്രഖ്യാപനം വൈകുന്നത് തിളക്കമേറിയ വിജയത്തിന്റെ ശോഭ കെടുത്തും എന്നാണ് ഘടകകക്ഷികളുടെ വിമർശനം. എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ സ്വാധീനമില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ MM ഹസൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള പോരും തീരുമാനം നീളുന്നതും ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഘടകകക്ഷി നേതാക്കൾ പരസ്യ വിമർശനവുമായി എത്തിയിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി ആശയവിനിമയം നടത്തി. എന്നാൽ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ സ്വാധീനമില്ലെന്ന് KPCC മുൻ അധ്യക്ഷൻ MM ഹസൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പരിഗണിക്കുമോ എന്ന ചോദ്യത്തിനാണ് മറുപടി. അല്ല, ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. ജനങ്ങളെ പരിഹസിക്കരുതെന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിനെ സമസ്ത മുഖപത്രം സുപ്രഭാതം വിമർശിച്ചു. കോൺഗ്രസിന് പ്രതിബദ്ധതയില്ലെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിനെ പരിഹസിച്ച് BJPയും രംഗത്തെത്തി. ജനങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥിതി കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരിക്കൽ കൂടി മനസ്സിലാവുന്നത്. വലിയ ഭൂരിപക്ഷം, വലിയ മാൻഡേറ്റ്, 100-ലധികം സീറ്റുകൾ, അത്രയും സീറ്റുകൾ നൽകിയതിന് ശേഷവും അവർക്കൊരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഇതിനിടെ കോൺഗ്രസിൽ നേതാക്കൾക്കായി വീണ്ടും ഫ്ലെക്സ് പോര് മുറുകുകയാണ്. എറണാകുളം പള്ളുരുത്തിയിൽ VD സതീശനും ഷാഫി പറമ്പലിനുമായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ്. കണ്ണൂർ പഴയങ്ങാടിയിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ചു. ന്യൂസ് ഡെസ്ക് 24. മുസ്ലിം ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ കാലതാമസമുണ്ടാകില്ല എന്ന നേതാക്കൾ. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. ഒരു തർക്കവും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ലീഗിൽ ഉണ്ടാകില്ല എന്നും P അബ്ദുൽ ഹമീദ് പറഞ്ഞു. മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലീഗിന്റെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. ഒരു സംശയമല്ല. ഉത്തരവാദപ്പെട്ട നമ്മുടെ ലീഡർഷിപ്പ് ആ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റക്കും തെറ്റായിട്ടും ആലോചിക്കേണ്ട ആൾക്കാരോടൊക്കെ ആലോചിച്ചിട്ടും ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗിന്റെ കാര്യത്തിൽ ഒരു മിനിറ്റ് മുന്നോട്ട് പോകില്ല. വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവും. 2 തവണ MLA ആയ താൻ മന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. ഘടകകക്ഷി എന്ന നിലയ്ക്ക് തന്നെയും പരിഗണിക്കുമെന്നും മാണി സി കാപ്പൻ പ്രതികരിച്ചു. ഘടകകക്ഷി എന്ന നിലയ്ക്ക് പരിഗണന കിട്ടും എന്ന് വിശ്വസിക്കുന്നു. 3ാമത്തെ ടൈം MLA ആണല്ലോ ഞാൻ. അപ്പം തീർച്ചയായും ഒരു പരിഗണന കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല. ACC ഒബ്സർവേഴ്സ് വന്ന് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രം ചോദിച്ചു പോയി. എന്തിനിപ്പോൾ ടൈം വ്യവസ്ഥയുടെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നു, അവരുടെ തീരുമാനം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ CPIM തീരുമാനം വൈകിയേക്കും. മുഖ്യമന്ത്രി ആരെന്നറിഞ്ഞിട്ട് പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണോ എന്ന് നിശ്ചയിക്കാമെന്ന് പിണറായി വിജയൻ നിലപാടറിയിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന CPIയുടെ ആവശ്യം തള്ളിക്കളയാനാണ് CPIMന്റെ തീരുമാനം. LDFിലെ ഘടകകക്ഷി നേതാവുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ മനസ്സ് തുറന്നത്. UDF മുഖ്യമന്ത്രി ആരെന്നറിഞ്ഞ ശേഷം പദവി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കും. തന്നേക്കാൾ ജൂനിയറായ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാൽ പ്രതിപക്ഷ നേതാവായി വരാൻ തയ്യാറായേക്കില്ലെന്ന സൂചനയാണ് പിണറായി ഘടകകക്ഷി നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് തുടങ്ങിയ CPIM സംസ്ഥാന നേതൃയോഗങ്ങളുടെ തീരുമാനമായിരിക്കും അന്തിമം. 10 കൊല്ലം മുന്നണിയെ നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് താൽപ്പര്യം. എന്നാൽ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റം വേണമെന്നും 2ാം നിര നേതാക്കളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് അഭിപ്രായമുള്ളവരും പാർട്ടി നേതൃത്വത്തിലുണ്ട്. സംസ്ഥാന സമിതിയിലടക്കം ഈ ആവശ്യം ശക്തമായി ഉയർന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറായേക്കില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന CPIയുടെ ആവശ്യം തള്ളിക്കളയാനാണ് CPIMന്റെ ധാരണ. മുന്നണി യോഗത്തിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് ആവശ്യം പരസ്യമാക്കിയതിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. തീരുമാനിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള മുൻ MLA U പ്രതിഭയുടെ താൽപര്യം തള്ളി CPIM. സംഘടനാ പ്രവർത്തനം നടത്താനാണെങ്കിൽ സ്വദേശമായ തകഴി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. തോൽവിക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വം U പ്രതിഭയെ ശാസിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും കായംകുളത്ത് തന്നെ പ്രവർത്തിക്കാനായിരുന്നു U പ്രതിഭയുടെ താൽപര്യം. CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായതിനാൽ അതിന് തടസ്സമുണ്ടാകുമെന്ന് കരുതിയുമില്ല.
വക്കീൽ ഓഫീസ് തുറന്ന് കായംകുളത്ത് സജീവമാകാൻ പാർട്ടി അനുമതി തേടിയപ്പോഴാണ് തടസ്സം വന്നത്. കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് CPM ജില്ലാ നേതൃത്വം അനുമതി നിഷേധിച്ചു. സംഘടനാ രംഗത്ത് സജീവമാകുന്നുണ്ടെങ്കിൽ സ്വദേശമായ തകഴിയിൽ പ്രവർത്തിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. തോൽവിക്ക് ശേഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അടക്കം വിമർശിച്ച് പ്രതിഭ നടത്തിയ പ്രതികരണത്തിൽ ജില്ലാ നേതൃത്വം പ്രതിഭയെ പരസ്യമായി ശാസിച്ചിരുന്നു. ഈ അമർഷത്തിന്റെ തുടർച്ചയാണ് പ്രവർത്തനം തകഴിക്ക് മാറ്റം നിർദ്ദേശമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. പ്രതിഭ കായംകുളത്ത് പ്രവർത്തനം തുടങ്ങിയാൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് എതിർപ്പ് അറിയിച്ചതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. MLA ആയിരിക്കെയാണ് തകഴി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രതിഭ പാർട്ടി അംഗത്വം കായംകുളത്തേക്ക് മാറ്റുന്നത്. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടാണ് പ്രതിഭയെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. കായംകുളത്ത് പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കാൻ പ്രതിഭ തയ്യാറായില്ല. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാണക്കാട്ട് എത്തിയ അമ്പലപ്പുഴയിലെ നിയുക്ത MLA G. സുധാകരൻ. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി G. സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. അമ്പലപ്പുഴയിൽ മുസ്ലിം വോട്ടുകൾ തനിക്ക് ലഭിച്ചതിൽ സാദിഖലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഇടപെടൽ നിർണായകമായെന്ന് G. സുധാകരൻ പറഞ്ഞു. SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ താൻ ആദരിച്ചത് എന്നും G. സുധാകരൻ പ്രതികരിച്ചു. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് അദ്ദേഹത്തെയാണ് കണ്ടത്. മലപ്പുറമായിട്ട് അതിന് എന്താ ബന്ധം? അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. പക്ഷേ വ്യക്തിന് മറുപടി പറഞ്ഞോണം. അതിന് മുസ്ലിങ്ങൾക്കെതിരായി പറയുന്നത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിലെത്തിയതിനു പിന്നാലെ മദ്യവിൽപ്പനശാലകൾക്ക് പൂട്ടിടാൻ തമിഴ്നാട്ടിലെ TVK സർക്കാർ 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ അടയ്ക്കാൻ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉത്തരവിട്ടു. ഇതിനിടെ എടപ്പാടി പളനിസ്വാമിയുടെയും CV ഷൺമുഖത്തിന്റെയും നേതൃത്വത്തിൽ AIADMK രണ്ടായി പിളർന്നു. 717 ടാസ്മാക് കടകൾ പൂട്ടാനാണ് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉത്തരവിട്ടത്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് 500 മീറ്റർ ദൂരപരിധിയിലുള്ള മദ്യവിൽപ്പനശാലകൾക്കാണ് പൂട്ടുവീഴുക. 2 ആഴ്ചയ്ക്കകം ഉത്തരവ് നടപ്പാക്കാനും നിർദ്ദേശം നൽകി. അതിനിടെ നിയമസഭാ സ്പീക്കറായി JCD പ്രഭാകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. M. രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. നിയമസഭയിൽ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് കന്നിപ്രസംഗം നടത്തി. മാட்சிமையும் மதிப்பும் காக்கப்பட வேண்டும் என்ற நல்லெண்ணத்தின் அடிப்படையில் அந்த பதவி ஏற்றுள்ள தங்கள் இருவராலும் காப்பாற்றப்படும் என்னும் நம்பிக்கையை மீண்டும் தெரிவித்து என் உரையை நிறைவு செய்கிறேன். நன்றி, வணக்கம். തമിഴ് തായ്വാഴ്ത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും സഭയിൽ വന്ദേമാതരം പാടാൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. ஆகவே ஏற்கனவே உங்களுடைய அரசனுடைய பதவியேற்பு விழாவில் நடந்த அந்த சம்பவம், அந்த தவறு மீண்டும் இந்த பேரவையில் நடப்பதற்கு நீங்க அனுமதிக்க கூடாது. நாங்கள் அனுமதிக்க மாட்டோம். അതിനിടെ TVK MLA ശ്രീനിവാസ സേതുപതിയെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. തിരുപ്പത്തൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കേസിലാണ് വിധി. 1 വോട്ടിനാണ് TVK ഇവിടെ ജയിച്ചത്. പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടന്നുവെന്ന് കാണിച്ച് DMK സ്ഥാനാർത്ഥി പെരിയ കറുപ്പൻ നൽകിയ കേസിലാണ് ഹൈക്കോടതി നടപടി. കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇതിനിടെ അണ്ണാ DMKയിൽ പിളർപ്പ് പൂർണ്ണമായി. TVKയെ പിന്തുണയ്ക്കുമെന്ന് CV ഷൺമുഖം വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചു. 30 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് ഷൺമുഖത്തിന്റെ അവകാശവാദം. 23 പേരുടെ പിന്തുണ എടപ്പാടി പളനിസ്വാമി വിഭാഗവും അവകാശപ്പെടുന്നുണ്ട്. 24 ചെന്നൈ. തുടർച്ചയായ 2ാം തവണയും അസമിനെ നയിക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം 4 പേർ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. শ্রী হিমন্ত বিশ্ব শর্মা, ঈশ্বৰৰ নামত শপত লওঁ যে ഖാനാപാറ വെറ്റിനറി കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലാണ് തുടർച്ചയായ 2ാം തവണയും അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഹിമന്തയ്ക്കൊപ്പം BJPയുടെ അജന്ത നിയോഗ്, രാമേശ്വർ തെലി, AGPയുടെ അതുൽ ബോറ, BPFന്റെ ചരൺ ബോറോ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ മന്ത്രിസഭയിൽ ആകെ 19 മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. 126 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA അധികാരം നിലനിർത്തിയത്. BJP 82 സീറ്റുകൾ നേടിയപ്പോൾ സഖ്യകക്ഷികളായ അസം ഗണപരിഷത്തും ബോഡോ ലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതം നേടിയിരുന്നു. 24 ഡൽഹി. പോക്കറ്റ് കീർന്ന യുദ്ധം.
പാചകവാതക വില കുതിച്ചുയർന്നതിന് പിന്നാലെ ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂട്ടി ഹോട്ടലുകൾ. 10 മുതൽ 20% വരെ വില കൂട്ടേണ്ട സാഹചര്യമെന്ന് ഹോട്ടലുടമകൾ പറയുന്നു. കേറ്ററിംഗ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ചായയ്ക്ക് മുതൽ ചിക്കൻ ബിരിയാണിക്ക് വരെ വില കൂട്ടാതെ പറ്റില്ല എന്ന നിലപാടിലാണ് ഹോട്ടലുടമകൾ. പിന്നാലെ ഹോസ്റ്റലുകളും ക്യാൻറ്റീനും നടത്തുന്നവരും ഫീസും റേറ്റും കൂട്ടേണ്ടി വരും എന്ന സൂചന നൽകുന്നു. പാചകവാതകം കിട്ടാതിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വിലക്കയറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടാകുന്നത്. 60 രൂപയുടെ ഊണിന് 80ആയി, 12 രൂപയുടെ ചായ 15ആയി. പെട്രോൾ ഡീസൽ വില കൂടിയാൽ ഇവിടെയും നിൽക്കില്ല വിലക്കയറ്റമെന്ന ഹോട്ടലുടമകൾ. വില കൂട്ടാതെ ഒരു ഫീസ് വർധന നമുക്ക് ചെയ്യാതെ അപ്പം ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിലാണെങ്കിലും ഞങ്ങൾ ഊണിൻ്റെ എല്ലാം വില കൂട്ടി. ഇനി സാധനങ്ങൾക്ക് വില കൂടും. ഇതൊക്കെ ലോറിയിലും ഇതിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ സാധനങ്ങൾക്കും അരിക്കും എല്ലാ സാധനങ്ങൾക്കും ഇനി വില കൂടാൻ പോവുകയാണ്. അതൊന്നും നമ്മൾ ഇതുവരെ നമ്മളുടെ ഇമ്പാക്റ്റ് അതിനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കൊച്ചിയേക്കാൾ ദുഷ്കരമാണ് വടക്ക് കിഴക്കൻ കേരളത്തിൽ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം വരുമ്പോൾ മറ്റ് നഗരങ്ങളിൽ വിൽക്കയറ്റം പരിധി വിടും. കാറ്ററിംഗ് മേഖലയിലുള്ളവരാണെങ്കിൽ പരമാവധി സദ്യ ഓർഡറുകൾ ഒഴിവാക്കുകയാണ്. ഗ്യാസിന്റെ ചിലവ് താങ്ങാനാകാത്തതാണ് പ്രധാന പ്രശ്നം. വർക്ക് എടുക്കുന്നത് കുറവാണ്. വരുന്ന വർക്ക് തന്നെ നമ്മൾ പിന്നെ ഈ വെജിറ്റബിൾ മീൽസ്, നമ്മൾ സദ്യ, ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല. ഇതിന് ഗ്യാസ് നിർബന്ധമാണ്. സർക്കാർ സബ്സിഡി തന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പഴയ രീതിയിൽ നമുക്ക് ഈ കാറ്ററിംഗ് മേഖല കൊണ്ടുനടക്കാനുള്ള പ്രയാസം ഇല്ലാതാവുള്ളൂ. സാധാരണഗതിയിലേക്ക് വില പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബാക്കി. അതിനിടെ ലോക്ക്ഡൌൺ അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമെന്ന ആശങ്ക വേറെയും. 24 കൊച്ചി, കോഴിക്കോട്. അതേസമയം രാജ്യത്ത് ഇന്ധന വില വർധന ഉടനെന്ന റിപ്പോർട്ടുകൾ. വില വർദ്ധിപ്പിക്കുന്നതിൽ നിർബന്ധിത സാഹചര്യമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. എണ്ണക്കമ്പനികൾക്ക് വില പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നതിൽ ഉറപ്പ് പറയാനാകില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ എണ്ണക്കമ്പനികൾ നഷ്ടത്തിലാണ്. രാജ്യത്തെ നിലവിലെ ഇന്ധനവില തൽസ്ഥിതിയിൽ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് കേന്ദ്രം പറയുമ്പോഴും വില വർദ്ധിപ്പിക്കേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടെന്ന് കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട്. എണ്ണ വിപണന കമ്പനികൾ പ്രതിദിനം 1000 കോടി രൂപ നഷ്ടം നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധനക്ഷാമം ഇല്ലാത്തതിനാൽ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലില്ല. പക്ഷേ ഉടൻ തന്നെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപയുടെ വർധന പ്രഖ്യാപിച്ചേക്കും. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ 50 രൂപയുടെ വർധന ഉടനുണ്ടായേക്കും. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതം നിയന്ത്രിക്കുന്നതിന് സാധ്യമായ നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ധനകാര്യ മന്ത്രാലയത്തിലെയും ഉദ്യോഗസ്ഥർ റിസർവ് ബാങ്കുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിനിടെ ആഭ്യന്തര തലത്തിൽ അസംസ്കൃത എണ്ണയുടെ ഉൽപ്പാദനം പര്യവേക്ഷണം ചെയ്യുന്നതിന് കേന്ദ്രം പ്രോത്സാഹന നടപടികൾ സ്വീകരിച്ചു. കൂടുതൽ കമ്പനികളെയും നിക്ഷേപത്തെയും ആകർഷിക്കാൻ റോയൽറ്റി നിരക്കുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. 24 ഡൽഹി. രൂപയുടെ മൂല്യം സർവകാല ഇടിവിൽ. വ്യാപാര ആരംഭത്തിൽ 0.2% ഇടിവിൽ. ഡോളറിനെതിരെ 95.50 രൂപയിലായിരുന്നു വ്യാപാര തുടക്കം. സ്വർണ്ണവില ഈ മാസത്തെ ഉയർന്ന നിരക്കായ 1,12,920 രൂപയിലെത്തി. പശ്ചിമേഷ്യൻ അനിശ്ചിതത്വം നിക്ഷേപകരിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാഴ്ചയാണ് വിപണികളിൽ. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $105 മുകളിലെത്തിയതോടെ രൂപയുടെ മൂല്യം സർവകാല താഴ്ചയിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് വ്യാപാര തുടക്കത്തിൽ ഡോളർ ഒന്നിന് 95.5 രൂപയായിരുന്നു. പിന്നീട് 35 പൈസ ഇടിഞ്ഞ് 95 രൂപ 63 പൈസ എന്ന നിരക്കിലെത്തി. ഓഹരി വിപണികളും ചുവപ്പിലാണ്. സ്വർണ്ണവില ഉയർച്ചാപാതയിലാണ്. 24 മണിക്കൂറിനിടെ പവന് 1360 രൂപയാണ് കൂടിയത്. ഇന്നലെ വൈകുന്നേരം 960 രൂപ ഉയർന്നതിന് ശേഷമാണ് ഇന്ന് രാവിലെ പവന് 400 രൂപ കൂടി കൂടുന്നത്. പവന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 1,12,520 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വെള്ളിവിലയും കുതിച്ചുകയറി. ഗ്രാമിന് ഒറ്റയടിക്ക് 15 രൂപ ഉയർന്ന് 290 രൂപയായി. ബിസിനസ് ഡെസ്ക് 24. കൂടുതൽ വാർത്തകളിലേക്കാണ്. അവയവ കച്ചവടത്തിന്റെ ചുരുളഴിയുമ്പോൾ അവയവ കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി 24 വാർത്താ സംഘം. അവയവ മാഫിയയുടെ ഇരയായി വൃക്ക കൈമാറിയ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് മതിയായ ചികിത്സ ലഭ്യമായില്ല എന്നും മാനസിക വെല്ലുവിളി നേരിടുന്നുവെന്നും വെളിപ്പെടുത്തൽ. 2016 ശ്രീലങ്കയിൽ വൃക്ക കൈമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞെന്നും ഒരാഴ്ച തികയും മുമ്പ് നാട്ടിലേക്ക് മടക്കി അയച്ചുവെന്നും തൃശൂർ സ്വദേശി 24നോട് പറഞ്ഞു. വൃക്ക ഇടപാടിനെ തന്നെ സമീപിച്ചത് തമ്മനം സ്വദേശി രാജേഷ് എന്ന് പരിചയപ്പെടുത്തിയ ആളെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ആരുടെയും മനസ്സുലയ്ക്കുന്ന ദുരിതക്കാഴ്ചയാണിത്.
2016 കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഈ യുവാവിനെ അവയവ മാഫിയ സമീപിക്കുന്നത്. തമ്മനം സ്വദേശിയായ രാജേഷ് എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു വൃക്ക കൈമാറ്റത്തിനുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. യുവാവിനെ വിമാനമാർഗം ശ്രീലങ്കയിലെത്തിച്ചു. ശ്രീലങ്ക, ചെന്നൈ, ശ്രീലങ്ക കൊണ്ടുപോയി. തമ്മൻ രാജേഷും പിന്നെ ഒരു സലീംകാരന് ഒത്തീർപ്പായി കളഞ്ഞു. ശ്രീലങ്കയിൽ നവലോക എന്ന ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആശുപത്രിയിലെ ചില മലയാളി നഴ്സുമാരുടെ സഹായത്തോടെയായിരുന്നു കേരളത്തിലേക്കുള്ള മടക്കം. ചെറിയ തുക മാത്രം കൊടുത്ത് യുവാവിനെ കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് അവയവ മാഫിയ സംഘം അയച്ചു. 9,50,000 എനിക്ക് തരാന്ന് കേസിന്റെ ഒക്കെ കഴിഞ്ഞത്. പേപ്പറൊന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. 3 ലക്ഷം രൂപ തന്ന് തിരിഞ്ഞു കിട്ടിയില്ല, ജീവിതത്തിൽ നോക്കിയിട്ടില്ല. മതിയായ ചികിത്സ ലഭ്യമാകാതെ വന്നതോടെ 34കാരന്റെ മാനസിക നില തെറ്റി. സ്വന്തമായുണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നു. തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന 70കാരിയായ അമ്മയുടെ വരുമാനം മാത്രമാണ് ജീവിതമാർഗം. അവയവദാനം രാജ്യത്ത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് അവയവദാനമല്ല, ഇത് അവയവ വിപണനമാണ്, മനുഷ്യ വിപണനം എന്നൊക്കെ പറയാം. പ്രത്യേകിച്ചും ഒരു ഫോറിൻ നാഷണലിലേക്ക് പോയിട്ട് അവിടെ വിപണനം നടക്കുക എന്നുള്ളത് നമ്മളുടെ നിയമപരമായി തന്നെ തെറ്റാണ്. അവര് നിർബന്ധത്തിന് വഴങ്ങി ഒരു അവയവ മാഫിയയുമായി ചേർന്ന് ഇവര് കിട്ടി കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയുടെ മുൻപെത്തുകയാണ്. വിനേഷ് ബാബുരാജനും സജി TCക്കൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതി നജീബിന്റെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. അവയവ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി നജീബ് ലക്ഷങ്ങൾ തട്ടി എന്നതാണ് വിവരം. ശസ്ത്രക്രിയ നടന്നത് കേരളത്തിലെന്നും ആശുപത്രികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എറണാകുളം റൂറൽ SP KS സുദർശൻ വ്യക്തമാക്കി. നജീബിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഇയാളുടെ സ്വത്തുക്കൾ, ബാങ്ക് അക്കൗണ്ട്, വിദേശബന്ധം എന്നിവയുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡിലുള്ള മറ്റു 3 പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി SIT രൂപീകരിക്കുന്നതിൽ ഇനിയും തീരുമാനമായില്ല. നജീബിന്റെ റാക്കറ്റിൽ ഇവിടെ തന്നെ 5 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തല്ലോ. നജീബിടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു, കൊല്ലത്ത് 3 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 8 പേരായി. ഇനി പല സ്ഥലങ്ങളിലും തൃശ്ശൂർ, അതുപോലെ തിരുവനന്തപുരം, ഇവിടെയൊക്കെ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടത്തിയിട്ടുള്ളതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കും. അവയവ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി നജീബ് ലക്ഷങ്ങൾ തട്ടിയിട്ടുണ്ട്. 2 മുതൽ 5 ലക്ഷം വരെയാണ് വാങ്ങിയത്. നജീബിന്റെ ഇടപാടുകളുടെ ഡയറി കേന്ദ്രീകരിച്ചാണ് പരിശോധന. വിദേശത്തുള്ള ബന്ധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. പാലക്കാട് കുഴൽമന്ദം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ പിഴവെന്ന പരാതി. വയറുവേദനയുമായി എത്തിയ കുഴൽമന്ദം സ്വദേശി അലീമയ്ക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ഇടതുകാൽ തളർന്നുവെന്നതാണ് പരാതി. കുടുംബത്തിന്റെ പരാതിയിൽ DMO അന്വേഷണത്തിന് ശുപാർശ നൽകി. കഴിഞ്ഞ മാർച്ച് 22-നാണ് അലീമ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത്. വേദന മാറ്റുന്നതിന് അലീമയുടെ കയ്യിലും ഇടുപ്പിലും ഇഞ്ചക്ഷൻ നൽകി. കാലുവേദനയുണ്ടെന്ന് അപ്പോൾ തന്നെ ഡോക്ടറെ അറിയിച്ചെങ്കിലും മാറിക്കോളും എന്നായിരുന്നു മറുപടി. ദിവസങ്ങൾക്ക് ശേഷം കാലിൽ അമിതവേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയുമായെന്ന് അലീമ. ഇഞ്ചക്ഷൻ വെച്ച് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് കാല് നടക്കാൻ പറ്റാണ്ടായി. അവിടെ നിന്ന് തന്നെ ഞാൻ പറയുകയും ചെയ്തു, നല്ല വേദനയുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ആ നേഴ്സ് പറഞ്ഞു വേദനിക്കുന്ന ഇഞ്ചക്ഷനാണ്, അത് കുറച്ച് നേരം ഉണ്ടാവും പറഞ്ഞു. ഇപ്പോൾ പാൽനീരാണ് കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരടി നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുഴൽമന്ദം PHCയിൽ വീണ്ടും എത്തിയപ്പോൾ വൈറ്റമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ടെന്നും പതുക്കെ ശരിയാകും എന്നും മടക്കി അയച്ചതായി കുടുംബം ആരോപിക്കുന്നു. അലീമയുടെ ഭർത്താവ് ഫിറോസിന്റെ വരുമാനത്തിലാണ് 2 കുട്ടികൾ അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. നിലവിൽ ഫിറോസിനും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ നൽകണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭർത്താവ് ഫിറോസ്. എനിക്കിനിപ്പോൾ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ വേണം, എൻ്റെ അടുത്ത് അതിന് വഴിയില്ല. ഇപ്പോൾ എനിക്ക് പണിക്കും പോകാൻ പറ്റുന്ന, വീട്ടിൽ എൻ്റെ വരുമാനത്തിലാണ് ഈ വീട് കഴിയണത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 3000-4000 ഓരോ ദിവസം പോകുമ്പോൾ വരുന്ന ബില്ല്. എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. കുടുംബത്തിന്റെ പരാതിയിൽ DMO വിശദ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. 24 പാലക്കാട്. വായിലെ ക്യാൻസർ മൂലം അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ തൃശൂർ സ്വദേശിയുടെ സങ്കീർണമായ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. കഴുത്തിലും വായിലുമായി വ്യാപിച്ചിരുന്ന ക്യാൻസർ കീമോതെറാപ്പി നൽകി ചുരുക്കിയ ശേഷം താടിയൽ ഉൾപ്പെടെ നീക്കം ചെയ്യുകയായിരുന്നു.
തുടർന്ന് ഡ്യുവൽ മൈക്രോ വാസ്കുലർ ഫ്ലാപ്പ് സർജറി എന്ന നൂതനമായ പുനർനിർമ്മാണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇതുമൂലം രോഗിയുടെ മുഖത്തിന്റെ ആകൃതി നിലനിർത്താനും സംസാരശേഷിയും ചലനശേഷിയും വീണ്ടെടുക്കാനും സാധിച്ചെന്നും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കൺസൾട്ടന്റ് ഓങ്കോ സർജൻ ഡോക്ടർ ജോൺ തോമസ് പറഞ്ഞു. പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻമാരായ ഡോക്ടർ സാനിയ സലീം, ഡോക്ടർ ബ്രയാൻ ഉമ്മൻ, സീനിയർ അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ നവീൻ പിള്ള എന്നിവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു ശസ്ത്രക്രിയ. ഇനി നോക്കാം കായിക വാർത്തകൾ. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തും. 11 മത്സരങ്ങളിൽ 7 ജയം, 4 തോൽവി, 14 പോയിന്റ്. കണക്കുകളിലും കരുത്തിലും ഒപ്പത്തിനൊപ്പമുള്ള ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് മുഖാമുഖം. ജയം പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനവും പ്ലേ ഓഫ് ബർത്ത് അഡ്വാൻറ്റേജും നൽകുമെന്നതിനാൽ പോരാട്ടം പൊടിപൊടിക്കും. മോശം തുടക്കത്തിന് ശേഷം കത്തിക്കയറി വന്നവരാണ് ഇരുകൂട്ടരും. ആദ്യ 4 മത്സരങ്ങളിൽ 3-ലും തോറ്റ ഹൈദരാബാദ് പിന്നീടുള്ള 7-ൽ 6-ലും ജയിച്ചു. അവസാന 4 മത്സരങ്ങളും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ആതിഥേയരായ ഗുജറാത്ത്. ഹെവി ടോപ്പ് ഓർഡർ തന്നെയാണ് ഇരു ടീമിന്റെയും കരുത്ത്. ഹൈദരാബാദിന് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ എന്നിവരെങ്കിൽ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവരിലൂടെയാണ് ഗുജറാത്തിന്റെ മറുപടി. മുഹമ്മദ് സിറാജ്, കഗീസോ റബാഡ, റാഷിദ് ഖാൻ, ജേസൺ ഹോൾഡർ എന്നിവരുള്ളത് ബൌളിംഗിൽ ഗുജറാത്തിന് മുൻതൂക്കം നൽകുന്നു. നായകൻ പാറ്റ് കമ്മിൻസിന്റെ കണിശതയാർന്ന ബൌളിംഗിലൂടെ ഗുജറാത്തിനെ പൊളിക്കാമെന്ന് ഹൈദരാബാദും കണക്കുകൂട്ടുന്നു. നേർക്കുനേർ കണക്കുകളിൽ ഗുജറാത്തിന് മൃഗീയ ആധിപത്യമുണ്ട്. 7-ൽ 5-ലും ജയിച്ചു. ഒരെണ്ണം ഹൈദരാബാദ് ജയിച്ചപ്പോൾ 1-ൽ ഫലമുണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക് 24. ഫുട്ബോൾ ലോകകപ്പിന് ഇനി ഒരു മാസം. 48 ടീമുകളുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് കളമൊരുങ്ങുന്നത്. ലിയോണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും നെയ്മർ ജൂനിയറുടെയും എല്ലാം അവസാന ലോകകപ്പ് കൂടിയാണിത്. 11 മത്സരങ്ങളിൽ 7 ജയം, 4 തോൽവി, 14 പോയിന്റ്. കണക്കുകളിലും കരുത്തിലും ഒപ്പത്തിനൊപ്പമുള്ള ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് മുഖാമുഖം. ജയം പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനവും പ്ലേ ഓഫ് ബർത്ത് അഡ്വാൻറ്റേജും നൽകുമെന്നതിനാൽ പോരാട്ടം പൊടിപൊടിക്കും. മോശം തുടക്കത്തിന് ശേഷം കത്തിക്കയറി വന്നവരാണ് ഇരുകൂട്ടരും. ആദ്യ 4 മത്സരങ്ങളിൽ 3-ലും തോറ്റ ഹൈദരാബാദ് പിന്നീടുള്ള 7-ൽ 6-ലും ജയിച്ചു. അവസാന 4 മത്സരങ്ങളും ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ആതിഥേയരായ ഗുജറാത്ത്. ഹെവി ടോപ്പ് ഓർഡർ തന്നെയാണ് ഇരു ടീമിന്റെയും കരുത്ത്. ഹൈദരാബാദിന് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ എന്നിവരെങ്കിൽ ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവരിലൂടെയാണ് ഗുജറാത്തിന്റെ മറുപടി. മുഹമ്മദ് സിറാജ്, കഗീസോ റബാഡ, റാഷിദ് ഖാൻ, ജേസൺ ഹോൾഡർ. CPM നേതാവ് P. ജയരാജന്റെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര സന്ദർശനം വിവാദമാക്കി BJP. ജയരാജൻ ദർശനത്തിന് എത്തിയതാണെന്നും ആളുകൾ ശ്രദ്ധിച്ചതോടെ ദർശനം ഒഴിവാക്കിയെന്നുമാണ് BJPയുടെ വിമർശനം. എന്നാൽ കാവുകളെയും ക്ഷേത്രങ്ങളെയും കുറിച്ച് എഴുതുന്ന പുസ്തകത്തിന്റെ പഠനത്തിനായാണ് ക്ഷേത്രത്തിലെത്തിയതെന്നാണ് P. ജയരാജന്റെ മറുപടി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനുമായ P. ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തിയത്. ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ P. ജയരാജൻ ക്ഷേത്ര സന്ദർശനം നടത്തിയെന്ന വാദവുമായി BJP രംഗത്തെത്തി. അതേസമയം ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെക്കുറിച്ചും താൻ എഴുതുന്ന പുസ്തകത്തിന്റെ പഠനത്തിനു വേണ്ടിയാണ് എത്തിയതെന്നാണ് P. ജയരാജന്റെ വിശദീകരണം. ക്ഷേത്രത്തിലെത്തി ചുറ്റുപാടും കണ്ട ശേഷം മടങ്ങിപ്പോവുകയായിരുന്നു. തന്റെ ഭാര്യയും കൂടെയുണ്ടായിരുന്നുവെന്ന് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തൃശൂർ. റവന്യൂ വകുപ്പിനു വേണ്ടി ഓടിയ ടാക്സി കാറുകൾക്ക് വാടക കുടിശ്ശിക കിട്ടിയില്ലെന്ന് പരാതി. കോഴിക്കോട് ജില്ലയിലെ 12 ടാക്സി ഉടമകൾക്കാണ് വാടക ലഭിക്കാനുള്ളത്. സാങ്കേതിക തടസ്സമെന്ന് പറഞ്ഞ അധികൃതർ ഒഴിവാക്കുന്നുവെന്നാണ് ടാക്സി ഉടമകളുടെ പരാതി. ഭൂമി തരമാറ്റം ഉൾപ്പെടെയുള്ള ജോലികൾക്കായി വില്ലേജ് ഓഫീസുകളിൽ ഉപയോഗിച്ച ടാക്സി കാറിന്റെ വാടക കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാനുള്ളത്. 2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കരാറിൽ 6 മാസത്തെ വാടകയാണ് കുടിശ്ശികയുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 12 കാർ ഉടമകൾക്കാണ് പണം ലഭിക്കാനുള്ളത്. വാടക കുടിശ്ശികയായതോടെ വലിയ പ്രതിസന്ധിയിലാണിവർ. 6 മാസം വാടക കിട്ടാണ്ട്. 6 മാസം വാടക സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ.
അന്ന് കിട്ടും നാളെ കിട്ടും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഫയല് സെക്രട്ടറിയിലാണ്. അന്വേഷിച്ചപ്പോൾ പറയുന്നത് ആയില്ല, 4 സെക്രട്ടറിമാർ മീറ്റിംഗ് കൂടി ഒപ്പിടണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. വണ്ടിയുടെ അടവ് തെറ്റി കിടക്കുകയാണ്. വീടിൻ്റെ വാടക എല്ലാം കൂടി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. ആവശ്യവുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കുമ്പോൾ സാങ്കേതിക തടസ്സമെന്നാണ് മറുപടിയെന്ന് ടാക്സി ഉടമകൾ പറയുന്നു. ഭൂമി തരംമാറ്റമായി ഓടുന്ന ടാക്സികളാണ് ഞങ്ങൾ. 1 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ഞങ്ങൾ ഈ വാഹനം ഓടുന്നത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ 2025 മുതൽ 6 മാസത്തെ വാഹന വാടക കുടിശ്ശികയാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കാര്യങ്ങൾ. അതായത് ഹൗസിംഗ് ലോണുള്ള ആളുകളുണ്ട്, വണ്ടി ലോണ് വായ്പ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ മൊത്തം ഞങ്ങളുടെ അവസ്ഥ വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷത്തെ കരാറടിസ്ഥാനത്തിലെടുക്കുന്ന ടാക്സികൾക്ക് 1 മാസം 35,000 രൂപയാണ് വാടക. വാടക കുടിശ്ശിക എത്രയും വേഗം കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. 24 കോഴിക്കോട്. മലപ്പുറത്ത് 8 വയസ്സുകാരന് രക്ഷകനായി 11കാരൻ. പുന്നപ്പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്ന ഷെബിൻ ഷാനിയാണ് അമൽ ഷാൻ എന്ന 11കാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. CPR നൽകാനും കൊച്ചുമിടുക്കൻ മറന്നില്ല. മലപ്പുറത്ത് വഴിക്കടവിലാണ് ഷെബിൻ ഷാനിന്റെയും അമൽ ഷാനിന്റെയും വീട്. വല്യുപ്പയുടെയും വല്യുമ്മയുടെയും മറ്റു ബന്ധുക്കളോടുമൊപ്പമാണ് ഇരുവരും പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിലെത്തിയത്. നീന്തി കുളിക്കുന്നതിനിടെ ഷെബിൻ ഷാൻ കയത്തിലകപ്പെട്ടു. വലിയ 2 പമ്പ് അവിടെ എത്തി. പിന്നെ അവിടുന്ന് ചുയിലടിച്ചപ്പോ ഓന് ഇങ്ങനെ കറങ്ങി. അപ്പൊ ഞാൻ അവിടേക്ക് ഇറങ്ങി. ഓനെ ഇവിടുന്ന് ഈ പമ്പിന്റെ ഇവിടുന്ന് എടുത്തിട്ട് അത് അവിടെ കണ്ടൊരു കര, ആ കരയൊക്കെ എത്തിച്ചു. ആ പോത്ത് കിടക്കണ അതിലാണ് ചെറിയ പോക്ക ഓനെ കൊണ്ടുപോകുന്നത്. അത് അവിടെ ചുയിലടിച്ചിട്ടുണ്ട്. ഷെബിൻ ഷാൻ മുങ്ങിത്താഴുന്നത് കണ്ട് അമൽ ഷാന്റെ വല്യുപ്പ അബൂബക്കർ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ അബൂബക്കർ ചുഴിയിലകപ്പെട്ടു. ഇതോടെ അമൽ ഷാൻ പുഴയിലേക്ക് ചാടി. ധീരത കൈവിടാതെ കൂട്ടുകാരനെ അതിസാഹസികമായി കരയിലെത്തിച്ചു. ഞാൻ മണലിലൊന്നോടെ അതില് പറഞ്ഞു അപ്പുറത്തെ അത്തിക്കൊണ്ടാണ് വേഗം വാറു. അതിലാ നീന്തിയപ്പോ എനിക്ക് നീന്താൻ വയ്ക്കില്ല. ഞാൻ ബാക്കൊക്കെ അങ്ങനെ പോയി. അതില് ഞാന് അബക്ക ഞാനീ മുങ്ങണ്ടായിരുന്നു. അതില് ഞാൻ ബാക്കൊക്കെ പോയി മുങ്ങി. പിന്നെ രക്ഷപ്പെടുത്തിയോ? എങ്ങനെ CPR നൽകാമെന്ന 5ാം ക്ലാസ്സിലെ പാഠഭാഗവും അമൽ ഷാന് സഹായമായി. ജലസേചനത്തിനായുള്ള പമ്പ് ഹൌസ് സ്ഥാപിച്ച ഇവിടെ 2 ആൾ താഴ്ചയിൽ വെള്ളമുണ്ട്. 24 മലപ്പുറം. അന്താരാഷ്ട്ര പുരസ്കാര നേട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള PKGS ഗ്രൂപ്പ് ഈ വർഷത്തെ ലണ്ടൻ സ്പിരിറ്റ് കോമ്പറ്റീഷനിൽ 95 പോയിന്റോടെയാണ് ഗോൾഡ് മെഡൽ നേട്ടം. ലോകത്തിലെ വിദേശ നിർമ്മിത മദ്യങ്ങളുടെ മത്സരത്തിലാണ് അർമേനിയയിൽ നിന്നുള്ള ബ്യൂ കീപ്പ് എന്ന ബ്രാൻഡ് സ്വർണ്ണക്കപ്പ് ഉയർത്തിയത്. തൃശൂർ സ്വദേശിയായ ബിനേഷ് പള്ളത്ത് നേതൃത്വം നൽകുന്ന PKGS ഗ്രൂപ്പിന്റേതാണ് ബ്ലൂ കീപ്പ്. UAE, യൂറോപ്പ്, ഇന്ത്യ എന്നിവിടങ്ങളിലും PKGS ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. പത്തനംതിട്ട ഓമലൂരിൽ 3 വയസ്സുകാരിക്ക് അടക്കം 4 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവല്ലയിലെ ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. 3 വയസ്സുകാരിയുടെ കണ്ണിനാണ് കടിയേറ്റത്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിജോ, ഗുഡ് ആഫ്റ്റർനൂൺ. അത് ഗൗരവതരമായ ഒരു റിസൾട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കടിയേറ്റവർക്ക് ഇനി ഏത് തരത്തിലുള്ള ചികിത്സയാണ് ലഭ്യമാക്കുന്നത്? വിവരങ്ങൾ. ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്തനംതിട്ട ഓമല്ലൂരിൽ 3 വയസ്സുകാരിയായ സുകന്യയ്ക്ക് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ തെരുവ് നായയുടെ കടിയേറ്റത്. സുകന്യയടക്കം 4 പേരെ തെരുവുനായ കടിച്ചിരുന്നു. ആ പ്രദേശവാസിയായിട്ടുള്ള രാജൻ എന്ന് പറയുന്ന ഒരാളെയും അതുപോലെ തന്നെ ഒരു പള്ളിയുടെ വൈദികനെയും മറ്റ് 2 പേരെയും ഈ തെരുവുനായ കടിച്ചിരുന്നു. സുകന്യയുടെ കണ്ണിനും മുഖത്തും സാരമായിട്ട് ഈ പട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പട്ടിയെ പിന്നീട് വൈകിട്ട് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് തല്ലിക്കൊല്ലുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പട്ടിയുടെ ശവം പരിശോധനയ്ക്ക് വേണ്ടി തിരുവല്ലയിലെ ജന്തുരോഗ ലാബിലേക്ക് അയച്ചത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ നായ്ക്ക് നിലവിൽ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെരുവുനായയുടെ കടിയേറ്റ മറ്റ് 4 പേർക്കും വലിയ ഗുരുതരത്തിലുള്ള പരിക്കോ മറ്റു കാര്യങ്ങളില്ല. അവർ ആശുപത്രിയിൽ ചികിത്സ തേടി മടങ്ങിയിരുന്നു. പക്ഷേ ആ 3 വയസ്സുകാരിയായിട്ടുള്ള സുകന്യ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ പേവിഷബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. കാരണം കുഞ്ഞിന്റെ മുഖത്താണ് കടിയേറ്റുള്ളത്. നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഒരു ഉദാഹരണമുള്ളത് കൊല്ലത്ത് സമാനമായ
സാഹചര്യത്തിൽ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കുഞ്ഞിനെ തെരുവുനായ കടിക്കുകയും പിന്നീട് ആ തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമല്ല. എന്നാൽ പോലും ഈ കുഞ്ഞിന് കൃത്യമായുള്ള ചികിത്സ നൽകേണ്ടത് അത് വലിയ അനിവാര്യതയാണ്. എന്തായാലും ആ പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിലവിൽ പട്ടിയുടെ കടി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 വയസ്സുകാരി സുകന്യ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, പ്രവിത. അതെ, എന്തായാലും ഗൗരവതരമായ വാർത്തയാണ് ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ. പത്തനംതിട്ടയിൽ ഇന്നലെയാണ് 4 പേർക്ക് കടിയേറ്റത്. അതിൽ 3 വയസ്സുകാരിയുമുണ്ട്. ആ കുട്ടിയുടെ കണ്ണിലാണ് കടിയേറ്റത്. ആ നായയ്ക്കിപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഷിജോ പങ്കുവച്ചത്. ഇതോടെ 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്.